ഹായ് കൂട്ടുകാരെ, ഞങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ ന്യൂ സിലബസ് ടെക്സ്റ്റ് ബുക്കിലെ ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ പാഠമായ മൂവിംഗ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് എന്ന പാഠത്തിൻ്റെ പേജ് നമ്പർ 7 മുതൽ 12 വരെയുള്ള പേജുകളുടെ വിശദീകരണവും ഒപ്പം ചോദ്യോത്തരങ്ങളുമായാണ്. അപ്പോൾ മറ്റു വിഷയങ്ങളുടെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായും കാണുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാഠം മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് എന്നതാണ്. അതായത് കല്ലുകളുടെ ശിലായുഗത്തിൽ നിന്നും മുൻപിലേക്ക് പോകാം എന്താണ്. നമ്മൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച പാലിയോളിത്തിക് ഏജ്, നിയോളിത്തിക് ഏജ് എന്നതിൻ്റെ തുടർച്ചയാണ് ശരിക്കും ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററിയിലെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും എളുപ്പമുള്ള പാഠവും ഈ ഒന്നാമത്തെ പാഠം തന്നെയാണ്. തുടക്കത്തിൽ നമുക്കൊരു കുറിപ്പ് തന്നിട്ടുണ്ട്. We saw in our last letter that the chief difference between man and the other animals was the intelligence of man. അതായത് മനുഷ്യനും മറ്റ് ജീവികളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ ബുദ്ധിയാണ് അല്ലേ, ഇൻ്റലിജൻസ് ആണ് അവനെ മറ്റു ജീവികളിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഘടകം എന്നത്. ദിസ് ഇൻ്റലിജൻസ് മെയ്ഡ് ഹിം ക്ലെവർ ആൻഡ് സ്ട്രോങ്ങർ ദാൻ എനോർമസ് വൈൽഡ് ആനിമൽസ് who would otherwise have destroyed him. അപ്പം ഈ ഒരു ബുദ്ധിയാണ് അവനെ എന്താക്കിയത്, ബുദ്ധിശാലിയാക്കിയത്. അതുപോലെ തന്നെ വലിയ വലിയ വന്യജീവികളിൽ നിന്നൊക്കെ എതിരിടാൻ അവൻ ആ ബുദ്ധിയുള്ളത് കൊണ്ടാണ് സാധിച്ചത്. അല്ലെങ്കിൽ ആ വന്യജീവികൾ മനുഷ്യരെ നശിപ്പിക്കുമായിരുന്നു. പക്ഷെ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ആ വലിയ വലിയ വന്യജീവികളൊക്കെ കീഴടക്കുകയായിരുന്നു. ദ പ്രിമിറ്റീവ് ഹ്യൂമൻസ് ഹാഡ് നോ സ്പെഷ്യൽ വെപ്പൺസ് ടു ഫൈറ്റ് ഹിസ് എനിമീസ്. ആദ്യത്തെ കാലത്തെ മനുഷ്യർ, അതായത് ആദിമകാലത്തെ മനുഷ്യർക്ക് പ്രത്യേകിച്ച് വെപ്പൺസ്, ഉപകരണങ്ങളൊന്നുമില്ലായിരുന്നു ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. അവരുടെ എനിമീസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇന്നത്തെ പോലുള്ള ഉപകരണങ്ങളോ സാങ്കേതിക വിദ്യ ഒന്നും അവരുടെ കയ്യിലില്ലായിരുന്നു. ഹി കുഡ് ഓൺലി ത്രോ സ്റ്റോൺസ് അറ്റ് ദം. അവരെന്തെങ്കിലും കല്ലുകളൊക്കെ ആ ഒരു എനിമീസിൻ്റെ ദേഹത്തേക്ക് എറിയുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഹി ബിഗാൻ ടു മേക്ക് ഔട്ട് ഓഫ് സ്റ്റോൺ. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ആക്സസ്, സ്പിയേഴ്സ് ആൻഡ് മെനി അതർ തിങ്സ് ഇൻക്ലൂഡിങ് ഫൈൻ സ്റ്റോൺ നീഡിൽസ്. അതായത് അവൻ ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്കിതിനെ വേറൊരു രീതിയിൽ നേരിട്ട് കൂടാ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ കല്ലിൽ ആക്സസ്, സ്പിയേഴ്സ്, അതുപോലെ കുറേയധികം സാധനങ്ങൾ ഇൻക്ലൂഡിങ് എന്തൊക്കെയാണ്, സ്റ്റോൺ നീഡിൽസ്, കല്ലുകൊണ്ട് സൂചി വരെ ഉണ്ടാക്കി. വി സോ മെനി ഓഫ് ദീസ് സ്റ്റോൺ വെപ്പൺസ് ഇൻ ദ സൗത്ത് കെനിങ്സ്റ്റോൺ ലണ്ടൻ മ്യൂസിയം ആൻഡ് ഓൾസോ ഇൻ ദ മ്യൂസിയം ഇൻ ജനീവ. ഇതൊക്കെ നമ്മൾ സൗത്ത് കെനിങ്സ്റ്റോണിലെ മ്യൂസിയത്തിലും അതുപോലെ ജനീവയിലെ മ്യൂസിയത്തിലുമൊക്കെ കണ്ടിട്ടില്ലേ എന്ന് ആണ് ഈ ഒരു കുറിപ്പിൽ പറയുന്നത്. ദിസ് എക്സെപ്റ്റ് ഈസ് ടേക്കൺ ഫ്രം ജവഹർലാൽ നെഹ്റൂസ് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ. ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ആ കൃതിയിലെ ഒരു ഭാഗമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ദിസ് ലെറ്റർ റെഫേഴ്സ് ടു ദ ലൈഫ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. ഈ ഒരു കത്ത് പറയുന്നത് ആദ്യത്തെ കാലത്തെ മനുഷ്യരെ പറ്റിയാണ് അല്ലേ. വാട്ട് ഡസ് ഹി സേ അബൌട്ട് ദ കൈൻഡ് ഓഫ് ടൂൾസ് ദാറ്റ് വർ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ടു പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം വൈൽഡ് ആനിമൽസ്. അപ്പോൾ ഈ കുറിപ്പിൽ പറയുന്നുണ്ട് മനുഷ്യർ വന്യമൃഗങ്ങളെ എങ്ങനെയൊക്കെയാണ് നേരിട്ടിരുന്നതെന്ന്. അപ്പോൾ അതിനുവേണ്ടി അവൻ ഉപയോഗിച്ചിരുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടൂൾസ് ഏതൊക്കെയാണ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് സ്റ്റോൺ ആക്സ് അല്ലേ. പിന്നെ ഇതിന് പറയുന്നുണ്ട് സ്പിയേഴ്സ്, അതുപോലെ സ്റ്റോൺ നീഡിൽസ്, അതുപോലെ കുറേ സാധനങ്ങൾ അവന് കല്ലിൽ നിന്നുണ്ടാക്കി. What could be the purposes for which humans in that age used such tools? അവൻ എന്തിനൊക്കെ വേണ്ടി ആയിരിക്കാം ഈ കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നാണ്. എന്തിനൊക്കെ വേണ്ടിയായിരുന്നു? ഫോർ പ്രൊട്ടക്റ്റിംഗ് ദംസെൽസ് ഫ്രം ആനിമൽസ്. അതായത് പണ്ട് അവർ കാട്ടിലൊക്കെ ആയിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലിയ വന്യമൃഗങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പോരാടുവാനായിട്ടൊക്കെ ഈ ഒരു കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ അവൻ ഉപയോഗിച്ചിരുന്നു. അതുപോലെ ഫോർ ഹണ്ടിങ്, വേട്ടയാടുവാനായിട്ടും, പിന്നെ ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ്, കൃഷിക്കൊക്കെ ആയിട്ടും ഈ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ചോദ്യത്തെ ഇങ്ങനെ മാറ്റി എഴുതാം. വാട്ട് വെയർ ദ പർപ്പസസ് ഫോർ വിച്ച് ഹ്യൂമൻസ് ഇൻ സ്റ്റോൺ ഏജ് പീരീഡ് യൂസ്ഡ് ടൂൾസ്? The tools developed for the above mentioned purposes were made of stone in the beginning. അല്ലേ, ഈ സ്റ്റൂളുകളൊക്കെ എന്തുകൊണ്ടായിരുന്നു തുടക്കത്തിൽ നിർമ്മിച്ചിരുന്നത്? സ്റ്റോൺ കൊണ്ടായിരുന്നു. ലേറ്റർ സ്റ്റോൺ വാസ് റിപ്ലേസ്ഡ് ബൈ മെറ്റൽ. പിന്നീട് ഈ കല്ലെന്ന് പറയുന്നത് മെറ്റൽസ് അല്ലേ, ലോഹങ്ങൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കപ്പെട്ടു. കല്ലുപയോഗിച്ചിട്ടിരുന്ന മനുഷ്യൻ പിന്നെ കുറച്ചുകൂടെ പുരോഗമിച്ചപ്പോൾ അവൻ എന്തായി, മെറ്റൽസ് ഉപയോഗിക്കാൻ തുടങ്ങി. Archaeologists divide human history into different stages on the basis of the materials used for making
ടൂൾസ്, അതായത് മനുഷ്യൻ എന്തുകൊണ്ടാണോ ഉപകരണങ്ങളെ ഉണ്ടാക്കിയിരുന്നത് അതിനനുസരിച്ച് ആർക്കിയോളജിസ്റ്റ്സ്, അതായത് പുരാവസ്തു ഗവേഷകർ എന്താക്കി, പല സ്റ്റേജുകളാക്കി മനുഷ്യൻ്റെ ആ ഒരു കാലഘട്ടത്തെ തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്താണ് സ്റ്റോൺ ഏജ്. സ്റ്റോൺ ഏജിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: പാലിയോളിത്തിക് ഏജ്, മെസോളിത്തിക് ഏജ്, നിയോളിത്തിക് ഏജ്. പിന്നെ നമ്മൾ പറഞ്ഞു സ്റ്റോൺ ഉപയോഗിച്ചു കൊണ്ടിരുന്ന മനുഷ്യർ പിന്നീട് മെറ്റൽ ഉപയോഗിക്കാൻ തുടങ്ങി. ആ കാലഘട്ടമാണ് മെറ്റൽ ഏജ്. മെറ്റൽ ഏജ് 2 എണ്ണമുണ്ട്: ബ്രോൺസ് ഏജും അതുപോലെ തന്നെ അയൺ ഏജും. സ്റ്റോൺ ഏജ്, ശിലായുഗം. Have you ever thought why the first phase of human history was called the Stone Age? എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ആദിമ കാലഘട്ടത്തെ സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗം, അല്ലെ കല്ലുകൊണ്ടുള്ള യുഗം എന്ന് പറയുന്നതിന് കാരണം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് അവർ പറയുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഒത്തിരി പരീക്ഷകൾക്ക് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഉത്തരം ഇതാണ്: ഹ്യൂമൻസ് യൂസ്ഡ് സ്റ്റോൺസ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. സോ ഹിസ്റ്റോറിയൻസ് ഡിസ്ക്രൈബ് ദിസ് ഫേസ് എ സ്റ്റോൺ ഏജ്. ഭയങ്കര സിമ്പിളാണ്. അതായത് അന്നത്തെ കാലത്ത് മനുഷ്യർ വെപ്പൺസ് ഉണ്ടാക്കിയിരുന്നത് സ്റ്റോൺ ഉപയോഗിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാർ ആ കാലഘട്ടത്തെ സ്റ്റോൺ ഏജ് എന്ന് വിളിച്ചത്. ബേസ്ഡ് ഓൺ ദ മെത്തേഡ് യൂസ്ഡ് ടു മേക്ക് സ്റ്റോൺ ടൂൾസ്, ദ സ്റ്റോൺ ഏജ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 3: പാലിയോളിത്തിക്, മെസോളിത്തിക് ആൻഡ് നിയോളിത്തിക്. അവർ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ വ്യത്യസ്ത രീതികൾ അനുസരിച്ച് സ്റ്റോൺ ഏജിനെ 3ആയിട്ട് തിരിച്ചു. അതാണ് പാലിയോളിത്തിക്, മെസോളിത്തിക് ആൻഡ് നിയോളിത്തിക്. അതിലൊന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പാലിയോളിത്തിക് ഏജിനെ പറ്റിയാണ്. ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ പാലിയോളിത്തിക് ഏജ് ഇസ് ദ യൂസ് ഓഫ് റഫ് അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. നമ്മൾ 5ാം ക്ലാസ് തൊട്ട് കേൾക്കുന്നതാണല്ലേ. പാലിയോളിത്തിക് ഏജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഉപയോഗിച്ചിരുന്നത് റഫായിട്ടുള്ള, പരുക്കനായിട്ടുള്ള, അൺപോളിഷ്ഡ്, അതായത് ചെത്തിക്കൂർപ്പിക്കാത്ത, പോളിഷ് ചെയ്യാത്ത സ്റ്റോൺ ടൂളുകളായിരുന്നു. ദ ടേം പാലിയോളിത്തിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം 2 ഗ്രീക്ക് വേർഡ്സ്, പാലിയോസ് ആൻഡ് ലിത്തോസ്. പാലിയോളിത്തിക് എന്ന വേർഡ്, ആ ഒരു വാക്കുണ്ടായത് ഗ്രീക്ക് പദങ്ങളായ പാലിയോസ്, അതായത് പഴയത്, പിന്നെ ലിത്തോസ്, കല്ല് എന്ന ഈ 2 വാക്കുകളിൽ നിന്നാണ് പാലിയോളിത്തിക് എന്ന ഒരു വാക്കുണ്ടായിട്ടുള്ളത്. ദ മേക്കിംഗ് ഓഫ് ടൂൾസ് ഈസ് റിലേറ്റഡ് ടു ദ മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. അതായത് ആദിമകാല മനുഷ്യരുടെ നിലനിൽപ്പിൻ്റെ തന്നെ ഒരു അടിസ്ഥാനമായിരുന്നു ഈ ടൂൾസ് ഉണ്ടാക്കുക എന്നത്. Archaeologists point out that there were 3 main stages in the use of tools. അതായത് പുരാവസ്തു ഗവേഷകർ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവർ ഈ ടൂൾസ് ഉപയോഗിക്കുന്നതിനെ എന്ത് ചെയ്തു? 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ദേ ആർ ഗിവൻ ബിലോ. അതാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്നാമത്തതാണ് യൂട്ടിലൈസേഷൻ എന്നുള്ളത്. അത് സാധാരണ അർത്ഥം തന്നെ, അതായത് പ്രയോജനപ്പെടുത്തുക. എ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദർ ഷേപ്പ്. അതായത് അവർക്ക് കിട്ടുന്ന കല്ലിനെ ഒരു ചേഞ്ചും വരുത്താതെ എന്ത് ചെയ്യും? അവരത് ഉപയോഗിക്കും. ഒരു ചേഞ്ചും വരുത്താതെ അവർക്ക് കിട്ടുന്ന കല്ല് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. അതിനെയാണ് ഫസ്റ്റ് സ്റ്റേജ്, അതായത് യൂട്ടിലൈസേഷൻ, പ്രയോജനപ്പെടുത്തൽ എന്ന് പറയുന്നത്. 2ാമത്തെ സ്റ്റേജ് ഫാഷനിങ് ആണ്, അതായത് രൂപമാറ്റം വരുത്തൽ എന്നാണ്. ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു ദ നീഡ്. അതായത് കിട്ടുന്ന കല്ലിനെ എന്താവശ്യമാണോ അതിനനുസരിച്ച് ചെറിയ ചേഞ്ചൊക്കെ വരുത്തി ഉപയോഗിക്കുന്നതിനെയാണ് ഫാഷനിങ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റാൻഡർഡൈസേഷൻ, അതായത് ക്രമവൽക്കരണം എന്ന് പറയും. ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസ് എന്ന് വെച്ചാൽ എന്തായി? അപ്പോഴത്തേക്കും മനുഷ്യൻ കുറച്ചുകൂടെ പുരോഗമിച്ചു. അവൻ ഓരോ കാര്യത്തിനും ഓരോ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ 3 സ്റ്റേജുകളാണ് ഈ ടൂൾസ് ഉപയോഗിക്കുന്നതിനായിട്ട് ആർക്കിയോളജിസ്റ്റ്സ് ഡിവൈഡ് ചെയ്തത്. The pictures given below are the different tools used by primitive humans during different phases of Paleolithic age. ഇനി നമുക്ക് പാലിയോളിത്തിക് ഏജിലെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുകളുടെ കുറേ പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? പെബിൾ ടൂൾസ്, അതായത് ഒന്നാമത്തത് ഉരുളൻ കല്ലുകൾ. 2ാമത്തത് ബൈഫേസ് കോർ ടൂൾസ്, അതായത് ദ്വിമുഖ മാതൃശില ഉപകരണം എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഈ പടം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഫ്ലേക്ക് ടൂൾസ്, അതായത് കൽച്ചീൽ ഉപകരണങ്ങൾ. ചോപ്പർ ചോപ്പിംഗ് ടൂൾസ്, വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ. സ്റ്റോൺ ടൂൾസ് മെയ്ഡ് യൂസിങ് ബ്ലേഡ് ടെക്നിക്, സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശിലാ ഉപകരണങ്ങൾ തുടങ്ങിയവയായിരുന്നു പാലിയോളിത്തിക് ഏജിലെ മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കോർ ആൻഡ് ഫ്ലേക്സ്. When a piece of stone is broken into 2 or more pieces, the largest piece is called the core and the smaller pieces are called flakes.
ഈ പാലിയോളിത്തിക് ഏജിലെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ടൂൾസിൻ്റെ കുറേ ഫോട്ടോസ് നമ്മൾ കണ്ടല്ലോ. അതിനകത്തൊക്കെ പറയുന്നുണ്ട് കോർ ടൂൾസ്, ഫ്ലേക്ക് ടൂൾസ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കോറും ഫ്ലേക്കും എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു കല്ല് പൊട്ടിച്ചിട്ട് അതിൽ 2 പീസ് ഉണ്ടാകുമല്ലോ. അതിലെ വലിയ പീസ്, ലാർജസ്റ്റ് പീസ് കോർ എന്നും പറയുന്നു, സ്മോളസ്റ്റ് പീസിനെ നമ്മൾ ഫ്ലേക്സ് എന്നും പറയുന്നു. Those made of core stones are called core tools and those made of stone flakes are called flake tools. അതായത് ഈ കോർ, അതായത് ഈ വലിയ പീസ് കൊണ്ട് ഉണ്ടാക്കുന്ന ടൂൾസിനെ കോർ ടൂൾസ് എന്നും ചെറിയ പീസായ ഫ്ലേക്ക് കൊണ്ട് ഉണ്ടാക്കുന്നതിനെ ഫ്ലേക്ക് ടൂൾസ് എന്നും പറയുന്നു. Towards the end of the Paleolithic period, humans used tools made of bones in addition to stone tools. പിന്നീട് അവർ കുറച്ചുകൂടെ നാൾ കഴിഞ്ഞപ്പോൾ കല്ലുകൾക്ക് പകരം എല്ലുകൾ, ബോൺസ് ഉപയോഗിക്കാൻ തുടങ്ങി. അതിൻ്റെ കുറച്ച് പിക്ചേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഡു ദ ടൂൾസ് ഇൻ ദ പിക്ചർ റിസംബിൾ എനി ടൂൾ ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്? നമുക്കറിയാവുന്ന എന്തെങ്കിലുമായിട്ട് ഈ ഒരു ചിത്രത്തിന് സാമ്യതയുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുമായിട്ട് സാമ്യതയുണ്ട്? ബൗ ആൻഡ് ആരോ അല്ലേ, അതായത് വില്ലും അമ്പും. നമ്മളിപ്പോൾ കാണാറുള്ള വില്ലും അമ്പുമായിട്ട് ഈ ഒരു പിക്ചറിന് സാമ്യതയുണ്ട്. ഇനി ആ സമയത്ത് കുറച്ച് പെയിൻറ്റിങ്സിൻ്റെയും കുറച്ച് കാര്യങ്ങളുടെയൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ചൗവറ്റ് ഫ്രാൻസിലെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതുപോലെ ലാസ്കാവുക്സ് ഫ്രാൻസിലെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്. ഐവറി സ്കൾപ്ചർ സാറൈസ്ക് റഷ്യ, അതായത് റഷ്യയിലെ സാറൈസ്കിലെയും ഐവറി എന്ന് വെച്ചാൽ എന്താണ്, ആനക്കൊമ്പിലുള്ള സ്കൾപ്ചർ തന്നിട്ടുണ്ട്. അതുപോലെ കാർവഡ് ഫിഗേഴ്സ് ഇൻ ക്യുസാക് ഫ്രാൻസ് കേവ്, ഫ്രാൻസിലെ ക്യുസാക് കേവിലെ കാർവഡ് ഇമേജസ്, കുത്തിയ ശില്പങ്ങളും. അതുപോലെ കാർവിങ്സ് ഓൺ ബോൺസ് ഫൗണ്ട് ഇൻ ലാഗർമ കേവ്, സ്പെയിനിലെ ലാഗർമ കേവിൽ ബോൺസിൽ കുറേ കാർവിങ്സ്, കൊത്തൽ പണികൾ ചെയ്തിരിക്കുന്നതൊക്കെ ഈ പാലിയോളിത്തിക് ഏജിൻ്റെ തെളിവുകളാണ്. The pictures given above are the artistic creations of primitive humans. ആദിമകാല മനുഷ്യൻ്റെ ആർട്ടിസ്റ്റിക് ക്രിയേഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ പിക്ചേഴ്സ് കണ്ടത്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് പിക്ചേഴ്സ്? ഈ ഒരു പിക്ചറുകളിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ പിക്ചേഴ്സ് ദാറ്റ് വേരിയസ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് such as simple flowing lines, carved images and sculptures were employed during the late Paleolithic period. അതായത് ആ സമയത്ത് എന്ത് നടന്നിട്ടുണ്ടായിരുന്നു? കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഭാഷയില്ലെങ്കിൽ പോലും അവരൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പിക്ചറുകളിലെ സിമ്പിൾ ഫ്ലോവിങ് ലൈൻസ്, അതുപോലെ കാർവഡ് ഇമേജസും സ്കൾപ്ചേഴ്സും ഒക്കെ പറയുന്നത്. ആർക്കിയോളജിസ്റ്റ്സ് ആർ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ദ ഡെപ്പിക്ഷൻ ഓഫ് ആനിമൽസ് ഇൻ ദ ചൗവറ്റ് ആൻഡ് ലാസ്കൗക്സ് കേവ്സ്, the carved figure of an animal and a woman in Cossack cave and the Venus figurine are related to rituals or beliefs. അതായത് നമ്മൾ നേരത്തെ കണ്ട ഇമേജസ് ഒക്കെ റിച്വൽസ്, അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണെന്നാണ് ആർക്കിയോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. The carvings on bone found in Lagarma cave in Spain are evidences of human artistic skills of the time. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ അന്നത്തെ കാലത്തെ ആ ഒരു ആർട്ടിസ്റ്റിക് സ്കിൽ, അവൻ്റെ ആ ഒരു കഴിവിനെയാണ് തെളിയിക്കുന്നത്. വേരിയസ് കളേഴ്സ് were used to draw the cave paintings. ഈ കേവ് പെയിൻറ്റിങ്സ് ഉണ്ടാക്കുവാൻ വേണ്ടി അവർ കുറേ കളേഴ്സ് യൂസ് ചെയ്തിരുന്നു. ദീസ് കളേഴ്സ് were made by grinding plants, tree bark and fruits and mixing with red stone powder. ഇന്നത്തെ പോലെ കളറുകളൊന്നും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്തു? പ്ലാന്റ്സ് ഒക്കെ ഗ്രൈൻഡ് ചെയ്തു, അതായത് അരച്ചെടുത്തു. അതുപോലെ മരത്തുലി, പഴങ്ങൾ, ഇതൊക്കെ റെഡ് സ്റ്റോൺ പൗഡർ, അതായത് ചെങ്കല്ല് പൊടിയിലൊക്കെ മിക്സ് ചെയ്താണ് അവർ കളറുകൾ ഉണ്ടാക്കിയിരുന്നത്. Such pictures were drawn on the inner walls of the caves where sunlight could not reach. അതായത് വെളിച്ചം എത്തിച്ചേരാത്ത, സൂര്യപ്രകാശം എത്തിച്ചേരാത്ത ഗുഹയ്ക്കുള്ളിലൊക്കെ ഇതുകൊണ്ട് വരയ്ക്കുമായിരുന്നു. These stone carvings were made using stone needles and sharp edged weapons. കല്ലുകൊണ്ടുണ്ടാക്കിയ നീഡിൽസ് കൊണ്ടും ഷാർപ്പ് എഡ്ജ്, നല്ല കൂർത്ത മുനിയുള്ള ഉപകരണങ്ങൾ കൊണ്ടൊക്കെ ആയിരുന്നു അവർ പടങ്ങൾ വരച്ചിരുന്നത്. പെയിൻറ്റിങ്സ് ക്യാൻ ഓൾസോ ബി സീൻ ഓൺ ദ സീലിങ്സ് ഓഫ് ദ കേവ്സ്. ഗുഹകളുടെ സീലിങ്ങുകളിലും നമുക്ക് പെയിൻറ്റിംഗ് ഒക്കെ കാണാൻ സാധിക്കുമായിരുന്നു. സച്ച് പിക്ചേഴ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് ആർ കൺസിഡേർഡ് ടു ബി ദ എവിഡൻസ് ഓഫ് ദ ഇൻ്റലക്ച്വൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽ അറ്റൈൻഡ് ബൈ പ്രിമിറ്റീവ് ഹ്യൂമൻസ്. ആദിമകാലത്ത് മനുഷ്യർക്കുണ്ടായിരുന്ന കഴിവിനെയൊക്കെ തെളിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ആ പിക്ചേഴ്സൊക്കെ. പാലിയോളിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് 7 പോയിൻറ്റ്സ് ആണുള്ളത്. യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്, പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചു. ലീവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ്,
ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലുമാണ് അവർ ജീവിച്ചിരുന്നത്. ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ് വേർ ദ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. വേട്ടയാടലും ശേഖരിക്കലുമൊക്കെയായിരുന്നു അവരുടെ ജീവിക്കാനുള്ള മാർഗങ്ങൾ. ബാൻഡ്സ് വെർ ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട യൂണിറ്റുകളായിരുന്നു ബാൻഡുകൾ എന്ന് പറയുന്നത്. മെൻ വെയർ എൻഗേജ്ഡ് ഇൻ ഹണ്ടിങ് ആൻഡ് വുമൻ ഇൻ ഗ്യാതറിംഗ്. ആണുങ്ങൾ വേട്ടയാടലിനും പെണ്ണുങ്ങൾ ഗ്യാതറിങ്ങിലും ഏർപ്പെട്ടിരുന്നു. ഫുഡ് സ്റ്റോർ ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെ നൊമാഡിക് ലൈഫ്, ഒരു നാടോടി ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക്